അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വ്ളോഗേഴ്സ്, ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല, അവരിങ്ങനെ ഒരു ഡബ്ബ ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ട് അതിൻ്റെ ഒരു വെയിറ്റ് നോക്കിയിട്ട് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് പെയിൻറ്റ് ബെറ്റർ ആണെന്നങ്ങ് സ്ഥാപിച്ചെടുക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അത് തെറ്റാണത്. ഒരിക്കലും വെയിറ്റ് കൂടുതലുള്ള പെയിൻറ്റ് നല്ല പെയിൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെയിൻറ്റിൻ്റെ മേജർ 5 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ബൈൻഡർ, പിഗ്മെൻറ്റ്, സോൾവെൻറ്റ്, അഡിറ്റീവ്സ് ആൻഡ് എക്സ്റ്റെൻഡേഴ്സ്. ഇത് 5 കമ്പോണൻസ് ആണ് പെയിൻറ്റിൽ മെയിനായിട്ട് വരുന്നത്. ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന പാർട്ടാണ് ബൈൻഡറും പിഗ്മെൻറ്റും വരുന്നത്. പിന്നെ അഡിറ്റീവ്സ് ഈസ് എ മസ്റ്റ്, ലൈക്ക് ആൻറ്റി ഫംഗൽ അഡിറ്റീവ്, അതുപോലെ ആൻറ്റി UV അഡിറ്റീവ്, ഇതെല്ലാം നമുക്ക് വേണം, അതും എക്സ്പെൻസീവാണ്. പിന്നെ സോൾവെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ വിസ്കോസിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് വാട്ടർ ബേസ്ഡ് പെയിൻ്റ് ആണെങ്കിൽ വെള്ളം, സോൾവെൻറ്റ് ബേസ്ഡ് പെയിൻ്റ് ആണെങ്കിൽ സോൾവെൻറ്റ്. പിന്നെ വരുന്നതാണ് എക്സ്റ്റെൻഡർ. എക്സ്റ്റെൻഡറിനെ നമ്മൾ വിളിക്കാൻ നോർമലി ഫില്ലർ എന്ന് പറയുക പെയിൻറ്റിൽ. കാരണം ഈ ബോഡി ഫില്ല് ചെയ്ത് നിർത്താൻ വേണ്ടിയുള്ള സാധനമാണ് എക്സ്റ്റെൻഡർ. അത് ഏറ്റവും ചീപ്പാണ്, അത് ഹെവി കൂടിയാണ്. നാച്ചുറലി എക്സ്റ്റെൻഡർ ലോഡ് കൂടുമ്പോഴാണ് പെയിൻറ്റിൻ്റെ വെയിറ്റ് കൂടുന്നത്. ഈ എക്സ്റ്റെൻഡർ ലോഡ് കൂടുന്നത് കൊണ്ട് പെയിൻറ്റിൻ്റെ ഒരു ഗുണമില്ല, ഇറ്റ്സ് എ ഫില്ലർ. അതുകൊണ്ട് പെയിൻറ്റിനൊരു ഗുണമില്ല. പക്ഷേ അതിൻ്റെ ബോഡി ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എക്സ്റ്റെൻഡർ ഉപയോഗിക്കുന്നത്. തന്നെയല്ല, ഈ എക്സ്റ്റെൻഡർ ലോഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻറ്റ് ചോക്കിംഗ് ടെൻഡൻസി കൂടും. അപ്പം നോർമൽ ലെവലിൽ, കാരണം നമ്മൾ ചേർക്കുന്ന ബൈൻഡറിൻ്റെ ഒരു ഓയിൽ ഓഫ് അബ്സോർപ്ഷൻ കണ്ടൻറ്റ്, ക്രിട്ടിക്കൽ പിഗ്മെൻറ്റ് വോളിയം കോൺസെൻട്രേഷൻ, പിഗ്മെൻറ്റ് ബൈൻഡർ റേഷ്യോ, ഇതെല്ലാം മാനേജ് ചെയ്ത് പോകുമ്പോൾ അതനുസരിച്ച് എക്സ്റ്റെൻഡർ ലോഡാണ് കൂടുന്നതെങ്കിൽ ഇതിൽ നാച്ചുറലി ഇതിൻ്റെ ചോക്കിംഗ് ടെൻഡൻസി കൂടും. ചോക്കിംഗ് മീൻസ് പൗഡർ ആവുന്ന ടെൻഡൻസി കൂടും. ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് കൂടിയത് കൊണ്ട് മോശം പെയിന്റ് അബ്സല്യൂട്ട്ലി വെയിറ്റ് കൂടുന്നത് മോശം പെയിന്റ് ആവുന്നു. ഇപ്പൊ എനിക്ക് താങ്കളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇത് എനിക്ക് മനസ്സിലാവുന്നത്, അതിലൊരു കാതലായ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെയിന്റ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ടെക്നിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സോടുകൂടി ഉണ്ടായി വരുന്ന ഒരു സംഭവമാണ്. അതിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായ ഫോർമുലേഷൻസും ഇൻഗ്രീഡിയൻസും ഒത്തിരി നാളത്തെ റിസർച്ച് വഴി വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് മിയർലി വളരെ സിമ്പിളായിട്ട് വന്നിട്ട് വെയിറ്റ് കൂടുന്നത് നല്ല പെയിൻ്റ് ആണെന്നോ അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലാത്തത് മോശം പെയിൻ്റ് ആണെന്നോ അങ്ങനെയുള്ളൊരു സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഓവർ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. തീർച്ചയായിട്ടും തെറ്റായ പ്രവണത തന്നെയാണ്.